മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ക്യാമ്പയിന് പിന്നാലെ റെയിൽവേ പ്രഖ്യാപിച്ച ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനാണ് ഇന്ന് വൈകിട്ട് 3:40 സർവീസ് ആരംഭിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ KS അറുമുഖൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയതായി അനുവദിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ കാസർഗോഡേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ റെയിൽവേ മന്ത്രിയെ കണ്ടു. Chennai Airport Mangalore മലബാറിലേക്ക് ആവശ്യത്തിനുള്ള ട്രെയിൻ സർവീസുകൾ ഇല്ലാത്തതിനാൽ വലിയ ദുരിതമായിരുന്നു യാത്രക്കാർ അനുഭവിച്ചിരുന്നത്. കാലുകുത്താൻ ഇടമില്ലാത്ത ബോഗികളിൽ യാത്രക്കാർ തിങ്ങിനിറങ്ങി യാത്ര ചെയ്യുന്നതും കുഴഞ്ഞു വീഴുന്നതും പതിവായതോടെ റിപ്പോർട്ടർ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം ക്യാമ്പയിനായി വാർത്ത ചെയ്തു. പിന്നാലെയാണ് ഷൊർണൂർ കണ്ണൂർ പാതയിൽ റെയിൽവേ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചത്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ ഷൊർണൂരിൽ നിന്നും പുറപ്പെടുക. വൈകിട്ട് 3:40 പുറപ്പെടുന്ന 12 ജനറൽ കമ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ട്രെയിൻ വൈകിട്ട് 5:30 കോഴിക്കോട്ടും 7:40 കണ്ണൂരും എത്തും. ട്രെയിനിന്റെ ആദ്യ സർവീസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ KS അറുമുഖൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു ഭാഗം 12 കോച്ചാണുള്ളത്, 948 സീറ്റുണ്ട്. ഇപ്പോൾ കുർളയ്ക്ക് മുമ്പായിട്ടാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കുർളയിലുള്ള ഇപ്പോഴുള്ള അധികം തിരക്ക്, ഭയങ്കരമായ തിരക്ക് നമുക്ക് കുറയ്ക്കാൻ ഈ വണ്ടി ഇട്ടുകൊണ്ട് സാധിക്കും. 18 ട്രിപ്പാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഴ്ചയ്ക്ക് 4 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ ഇവിടെ നിന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് രാവിലെ 8:00 സ്റ്റാർട്ട് ചെയ്യും. അത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസങ്ങളുണ്ടാവുക. ഇവിടെ 12:30 എത്തുന്നു. ഇവിടെ നിന്ന് 3:40 സ്റ്റാർട്ട് ചെയ്ത് അവിടെ 7:40. പുതിയ ട്രെയിനിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലും വൻ സ്വീകരണമാണ് ലഭിച്ചത്. വിവിധ മേഖലകളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും അടക്കം നിത്യേന 100 കണക്കിന് ആളുകളാണ് ഷൊർണൂരിൽ നിന്നും മലബാറിലേക്ക് യാത്ര ചെയ്യുന്നത്. പാതയിൽ പുതിയ ട്രെയിൻ എത്തിയതോടെ വലിയ ആശ്വാസത്തിലാണ് യാത്രക്കാർ. സാധാരണ നേത്രാവതിയിൽ തിരക്ക് പിടിച്ച കാര്യമില്ല, ഇപ്പോൾ ഇത് വന്നുകൊണ്ട് ഉപകാരം. ഇല്ലെങ്കിൽ രാത്രി 8 മണീൻ്റെ ട്രെയിനാണ് പോക്ക്, അപ്പോൾ ലേറ്റ് ആവും വീട്ടിലെത്തും. ഇപ്പം നേരത്തെ നല്ല സൗകര്യമുണ്ട്, നല്ല ഉപകാരപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് സൗകര്യത്തിന് പോകാം. ഞങ്ങൾ ബസ്സിന് പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിൽ പോകാൻ ഒരുങ്ങിയത്. കുഴപ്പമില്ല. ഈ സെക്കൻഡ് സാറ്റർഡേ ടൈമൊക്കെ ആകുമ്പോൾ വെള്ളിയാഴ്ച ഉണ്ടാവും. യാത്രക്കാർക്ക് നല്ല. ഈ റൂട്ടിൽ പൊതുവേ ഒരു സമയത്തും മര്യാദയ്ക്ക് കയറി പോകാൻ കഴിയാറില്ല. ഞാൻ കയറുന്ന സമയത്തൊക്കെ തിരക്കുകൊണ്ട് അത്ര ശ്വാസം വിട്ടിട്ടാണ് പോകാറില്ല. ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. എല്ലാ ആൾക്കാർ അറിഞ്ഞു വരുന്നതോടുകൂടി ഇതിന് നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. തുടർച്ചയായിട്ട് വേണമെന്നോ യാതൊരു സംശയമില്ല. ഈ റൂട്ടിൽ വണ്ടി അനിവാര്യമാണ്. ഒന്നില്ലേ ബോഗികളെങ്കിലും കൂട്ടേണ്ടതാണ്. മറ്റേ സാധാ ട്രെയിനിൽ 2 ജനറൽ ബോഗി ഉണ്ടാവുക, അതിലടുക്കാൻ പറ്റില്ല. ഷൊർണൂരിനും കണ്ണൂരിനുമിടയിൽ 11 സ്റ്റേഷനുകളിൽ പുതിയ പാസഞ്ചറിന് സ്റ്റോപ്പുണ്ട്. ആദ്യഘട്ടത്തിൽ 18 സർവീസുകളാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ ആകെ നടത്തുക. യാത്രക്കാരുടെ എണ്ണവും മറ്റു ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് ട്രെയിനിന്റെ തുടർ സർവീസുകൾ തീരുമാനിക്കാനാണ് റെയിൽവേയുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, പാലക്കാട്.